അപ്പോൾ നമ്മൾ പൂനെയിൽ നിന്ന് പുറപ്പെട്ട് ഒരു 48-50 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമുക്ക് മലയാളി ഹോട്ടൽ കിട്ടി. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ നിന്നുള്ള നാരായണേട്ടൻ്റെ ഹോട്ടലാണ്. ഇതാ നാരായണേട്ടൻ നിൽക്കുന്നു, പ്രകാശ്, പിന്നെ പ്രജീഷ്, ഇവരൊക്കെ മലയാളികളാണ്. പിന്നെ ഒരാളുകൂടി ഉണ്ട്, കടയിലോട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയൊരു സ്വീകരണമാണ് തന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ മലയാളികളാണെന്നുള്ള ആ സ്നേഹം എനിക്കിവിടെ ഒരുപാട് കിട്ടി. കാരണം മിനിങ്ങാന്ന് രാത്രി ഞാനിവിടെ വന്നതാണ്. ഇന്നലെ എനിക്കിവിടെ തങ്ങാൻ പറ്റി. ഈ ധാബയിലാണ് തങ്ങിയത്. സോണു ധാബ എന്നാണ് പേര്. നമ്മൾ പൂനെയിൽ നിന്നും മഹാരാഷ്ട്രയ്ക്ക് പോകുന്ന വഴിയിലാണ് ഈ ധാബ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഏരിയയാണ്. അപ്പോൾ ഒരു മലഞ്ചെരുവിൽ, നല്ലൊരു മലഞ്ചെരുവിലാണ്, ഒരു മനോഹരമായ ഒരു ഏരിയയിലാണ് ഈ ധാബ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നാരായണേട്ടനൊക്കെ 38 വർഷങ്ങൾക്ക് മുമ്പ് ഈ മഹാരാഷ്ട്രയുടെ മണ്ണിലേക്ക് വന്ന ആളാണ്. അപ്പോൾ നാരായണേട്ടൻ്റെ കൂടെ തന്നെ ജോലി ചെയ്ത ആളുകളാണ് ഇവിടെയുള്ള ഒട്ടുമുക്കാലും മലയാളികൾ. അപ്പോൾ അതിലൊക്കെ അവർ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഷെഫീഖ് ഇക്ക എന്ന് പറയുന്ന ഒരാളാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. വഴിയിൽ വെച്ച് കണ്ട ഒരു പരിചയമാണ്. അത് കേരള ടു കാശ്മീർ എന്നുള്ള നമ്മുടെ ആ ബാനർ കണ്ടിട്ട് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഒരുപാട് നന്ദി. നമ്മൾ മലയാളികളാണെന്നുള്ളതിൻ്റെ ഒരു സ്നേഹം ഞാൻ മഹാരാഷ്ട്രയിൽ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് ആ സ്നേഹം കിട്ടുന്നുണ്ട്. അതിലൊരു അഭിമാനമുണ്ട്. കാരണം ഇവരെ പോലുള്ളവരുടെ സപ്പോർട്ടാണ് എൻ്റെ യാത്രയെ കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മലയാളികൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി. ജയ് ഹിന്ദ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ പൂന മുംബൈ ഹൈവേയിലാണ്. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ഇവിടെ എത്തിയതാണ്, മിനിങ്ങാന്ന് എത്തിയതാണ്. അപ്പോൾ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നമ്മൾ വരുന്ന വഴിയിൽ വലിയ തെളിച്ചമൊക്കെ ആയിരുന്നു. അങ്ങനെ വരുന്ന വഴിയിൽ ഇതിന് ഒരു 8 കിലോമീറ്റർ മുൻപ് കണ്ണൂരുകാരനായിട്ടുള്ള ഒരു ഇക്കാനെ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ ഇക്ക മുഖാന്തരമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇതാണ് സോണു ധാബ. ഇത് കണ്ണൂരുകാരായിട്ടുള്ള ആളുകൾ, ഇരിട്ടി സ്വദേശികളായ നാരായണേട്ടൻ നടത്തുന്ന ഒരു ധാബയാണ്. അദ്ദേഹം ഒരു 38 വർഷമായിട്ട് ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കിയൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം കുറേ ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളികളായുള്ള 5-6 ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള മലയാളികൾ, കണ്ണൂർ സ്വദേശികളായ മലയാളികളെല്ലാം നമ്മളെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ഇതാണ് സോണു ധാബ. ഇതൊരു വലിയ ധാബയാണ് കേട്ടോ. നല്ല ഫെസിലിറ്റി എല്ലാം ഉണ്ട്. ബാത്റൂം സൗകര്യം, അതുപോലെ തന്നെ കുളിക്കാനുള്ള സൗകര്യം, അവിടെയെല്ലാം ആളുകൾ കുളിക്കുന്നത് കാണാം. അതുപോലെ തന്നെ വിശാലമായ 100 ട്രെയിലറുകൾ ഇടാനുള്ള ഒരു വിശാലമായ ഗ്രൗണ്ട്, പാർക്കിംഗ് ഗ്രൗണ്ട് എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. ഇവർ നമ്മൾ വന്നപ്പോഴേ നമ്മളെ ഒരു കുഴപ്പമില്ല, ഇവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ഇവിടെയാണ് തങ്ങിയത്. ഇന്നലെ ഇവിടെ തങ്ങി തുണിയെല്ലാം അലക്കിയിട്ടു. നമ്മുടെ വീഡിയോസൊക്കെ അത്യാവശ്യം എഡിറ്റ് ചെയ്യാനുള്ളതെല്ലാം എഡിറ്റ് ചെയ്തു. മൊബൈലൊക്കെ ചാർജ് ചെയ്തു. കാരണം പൂനെയിൽ നമ്മൾ തങ്ങിയ ദിവസം, അവസാനത്തെ ദിവസം നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. പൃഥ്വിക്കിൻ്റെ അടുത്ത് നിന്നപ്പോൾ മാത്രമാണ് നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇപ്പം ഇന്നലെയും മഴയായിരുന്നു, ഇന്നും മഴയാണ്. അതുകൊണ്ട് ചിലപ്പോഴാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗുഹാക്ഷേത്രമുണ്ട്, അത് കാണാനുള്ള ഒരു യാത്ര ചെയ്യുകയാണ്. കാരണം ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഈ ഘാട്ട് കയറി ഇറങ്ങിയാൽ ഒരു 15 കിലോമീറ്റർ അല്ല 10-15 കിലോമീറ്ററിനുള്ളിൽ ഒരു ഗുഹാക്ഷേത്രമുണ്ട്, അത് കാണണം. അതുകൂടാതെ മറ്റൊരു ഗുഹാക്ഷേത്രം കൂടിയുണ്ട്. അപ്പോൾ നാരായണേട്ടന് പരിചയമുള്ള ആളുകൾ അവിടെ ഉള്ളതിനാൽ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം അവിടെ ഇന്ന് തങ്ങാനുള്ളൊരു സൗകര്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സിനെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം പരിഹരിക്കാൻ നമുക്ക് ഈ മുംബൈ വരെയുള്ള ഏരിയയിൽ ആളുകളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കേവ് ടെമ്പിൾ കാണാൻ പോവുകയാണ്. NH-47 നിന്നും ഒരു ഗ്രാമത്തിനുള്ളിലൂടെ കയറി നമ്മൾ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പൂന മുംബൈ എക്സ്പ്രസ് ഹൈവേ ആണ്. ഇതാണ് ഈ എക്സ്പ്രസ് ഹൈവേ. അപ്പോൾ ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ പോയാൽ കേവ് ടെമ്പിളിലോട്ടെത്താം. അപ്പോൾ കുഞ്ഞ് തേണ്ടിരിക്കുന്നു, കുഞ്ഞി സൈക്കിളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവൾ ഇന്ന് യാത്ര ചെയ്തതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അവൾക്ക് ഉറക്കം വന്ന് തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഉറങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് അവൾ. അപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട്. അങ്ങകലെ നമുക്ക് മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആ മലനിരകളുടെ അടിവാരത്തൂടിയാണ് നാഷണൽ ഹൈവേ 48 കടന്നു വരുന്നത്. ആ ഭാഗത്തൂടിയാണ് ഞാൻ വന്നത്. എന്നിട്ട് ഈ ഗ്രാമത്തെ ചുറ്റിയാണ് വരുന്നത്.
ഇതാ അപ്പോൾ എക്സ്പ്രസ് ഹൈവേ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ശരി, ഈ റോഡിലൂടെ കുറച്ച് ദൂരം കൂടി പോകണം. ചെറിയ തെളിവൊക്കെ ഉണ്ട്, മഴയുടെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ യാത്ര തിരിക്കുകയാണ്. നമ്മൾ ലോഹാഘാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ലോഹാഘാട്ടിലെ ഒരു വാട്ടർഫോൾസാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കേവ് ഏരിയ ആണ് ഈ കാണുന്നത്. ആ മലമുകളിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരുന്ന ഭാഗമാണ് കേവിലോട്ട് പോകുന്നത്. അത് കരിങ്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ കേവാണ്. അത് നമ്മൾ താമസിയാതെ പോയി കാണുന്നതാണ്. നമ്മളപ്പോൾ ഫസ്റ്റ് കേവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവധി സമയങ്ങളായതുകൊണ്ട് നല്ല തിരക്കാണ്. നമ്മൾ ദാവേന്ന് പോന്നിട്ട് ഇപ്പോൾ ഒരു 13 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അത് തിരിച്ചു വന്നിട്ട് നമുക്ക് കാണാം. മേളിലോട്ട് എങ്ങനെയാണ്, വീഡിയോ അലൗഡ് ആണോ എന്നറിയില്ല. ഏതായാലും പോയി നോക്കാം. വളരെ മനോഹരമായ പ്രദേശമാണ്, ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് മുകളിലോട്ട് പോവാം. ഇവിടെ നല്ല തിരക്കാണ്, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. മലയുടെ മുകളിലേക്ക് നമുക്ക് ധാരാളം സ്റ്റെപ്പുകൾ കയറി പോകണം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഗ്രാമവാസികളുടെ ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളാണ്. പൂന മുംബൈ എക്സ്പ്രസ് ഹൈവേ, അതിൻ്റെ മുകളിലൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത്. അങ്ങനെ കാണുന്ന എക്സ്പ്രസ് ഹൈവേ ആണ് ആ മലയുടെ അടിവാരത്ത്. അപ്പോൾ നമ്മൾ ഈ മല മുകളിലേക്ക് കയറുകയാണ്. നിറയെ നമ്മുടെ നാട്ടിലെ പോലെയുള്ള ചെടികളൊക്കെയാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ താഴെ മനോഹരമായ ഗ്രാമം കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, വളരെ മനോഹരമായ ഗ്രാമം, നെൽവയലുകളാണ് മൊത്തം. അപ്പോൾ പതിയെ മുകളിലോട്ട് പോകാം. ഈ വഴി തന്നെ മുന്നോട്ട് പോയാലാണ് ആ കോട്ടയിലേക്ക് എത്തുക. അപ്പം നമ്മൾ തിരിഞ്ഞ വഴിയിൽ നിന്ന് പിന്നെയും പോയിട്ട് വേണം കോട്ടയിലേക്ക് എത്താൻ. അത് വേറൊരു വഴിയാണെന്ന് തോന്നുന്നു, കാരണം അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അത് നല്ല കയറ്റമാണ് കേട്ടോ, നല്ല ദൂരം കയറിപ്പോണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കേവ് ഒന്ന് കണ്ടിട്ട് വരാം. ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. കുറേ ദൂരം കയറാനുണ്ട്. ഇപ്പം തന്നെ ഒരു 150 സ്റ്റെപ്പുകൾ നമ്മൾ കയറി കഴിഞ്ഞു. ഇനിയും പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ മലയുടെ അടിവാരത്തൂടെ നമ്മളിങ്ങനെ കയറ്റം കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മനോഹരമായ നെൽവയലുള്ള ഒരു ഗ്രാമപ്രദേശം. അപ്പം നമ്മുടെ കേരള ടു കാശ്മീർ യാത്രയിൽ നമ്മൾ ചിന്തിക്കാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം പോകാനുണ്ട് കേട്ടോ, കുറേ ദൂരം നടന്ന് പോകാനുണ്ട്. ആ സൈഡിലാണ് കോട്ട കാണുന്നത്. ആ ഭാഗത്ത് കോട്ട കാണുന്നത്. മാലൂമേ ഭായി, ഇതർത്തൊക്കെ മുഷ്കിൽ ചെയ്യാൻ. അപ്പോഴത്തേ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് 25 രൂപയാണ്. അപ്പോൾ നമ്മൾ പതിയെ മുകളിലേക്ക് പോവുകയാണ്. താഴെയൊക്കെ നമുക്ക് റിസോർട്ടുകൾ കാണാം, എഫ്ഐ വീടുകൾ, റിസോർട്ടുകൾ. അതുപോലെ തന്നെ സ്വർണ്ണവർണ്ണത്തിൽ കിടക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലെ നെൽവയലുകളാണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുക. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അപ്പോഴത്തേ നമ്മൾ മുഖത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്, അതിമനോഹരമായൊരു എൻട്രൻസ്. കരിങ്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ ഒരു ഗുഹയാണിത്. ധാരാളം തൂണുകളും തടിയിലും കരിങ്കല്ലിലുമാണ് ഇതിൻ്റെ നിർമ്മാണം. അപ്പോൾ നമ്മൾ ഗുഹയുടെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു എൻഡ് പോയിൻ്റാണ്. ഈ മലയിൽ മുഴുവനായിട്ടും ഈ ഗുഹ പരന്നു കിടക്കുകയാണ്. പ്രാചീന കാലത്ത് കൊത്തിയുണ്ടാക്കിയ ഒരു ഗുഹയാണിത്. 3-4 മുറി, അതോടൊപ്പം തന്നെ ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ ഒരു സ്രോതസ്സ്. അതും കല്ല് കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. അടിയിൽ ഉറവ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്ന ടാങ്ക് പോലത്തെ ഒരു സംഭവമാണ്. അതോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ മുകളിലാണ് ഈ മുറികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നശിച്ചു പോയതാണ്, കാലക്രമേണ നശിച്ചു പോയൊരു മുറിയാണ്. ആ കരിങ്കൽ പാളികൾ തന്നെ കുത്തിയെടുത്തിരിക്കുന്നതാണ്. ഇത് ഡോറ് വെച്ച് കല്ല് വെച്ച് അടച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വായുസഞ്ചാരത്തിന് വേണ്ടിയാണ് ഈ ഹോളിട്ടിരിക്കുന്നത്. അന്നത്തെ സാങ്കേതികവിദ്യ ഒന്ന് മനസ്സിലാക്കണം.
വിളക്കൊക്കെ കത്തിച്ച് വെച്ച് അതിൻ്റെ പുകയാണ് ഈ കാണുന്നതെല്ലാം. പണ്ട് കാലത്ത് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരുന്ന പുക. അപ്പോൾ ശരി, നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇതാണ് ഗുഹയുടെ പ്രധാന ഭാഗം. ഇതിലേക്ക് ചെല്ലുമ്പോൾ നിറയെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ അവധി സമയം കൂടി ആയതുകൊണ്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട്. നിറയെ മുറികളൊക്കെ ആയിട്ടുള്ള ഒരു ഗുഹാ കവാടമാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതുണ്ട് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം. പിന്നീട് നമ്മൾ മറ്റു ഗുഹകളിൽ കണ്ട പോലെ തന്നെ സിമെൻ്റ് അടിച്ച് അതിനെ ബലവത്താക്കിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതെ, ഇവിടെയൊക്കെ അവരുടെ ടൂൾസ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കിടക്കാനുള്ള സൗകര്യം അതൊക്കെ ഇവിടുത്തെ തൊഴിലാളികളുടെ ബാഗുകളൊക്കെയാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതുണ്ട്, ഇതിനുള്ളിലെല്ലാം ഉണ്ട്. ചെറിയ അറകൾ പോലെയുള്ള ഭാഗങ്ങൾ, ലൈറ്റുകളൊന്നുമില്ല. ഇത് കണ്ടോ, അതിന് മുമ്പിലുള്ള കൊത്തുപണികൾ കണ്ടോ, എത്ര മനോഹരമാണെന്ന് നോക്കി. ഇത് കണ്ടോ, കല്ലിനെ കൊത്തി ഉണ്ടാക്കിയ ഒരു ജനൽ. ആ കല്ലിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആ ജനലിൻ്റെ ഒരു ഇത് കണ്ടോ, വായു സഞ്ചാരത്തിന് വേണ്ടി. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളെ ബന്ധിക്കാനുള്ള ഒരു ലോക്കാന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നതാണ്. തടിയിലും കല്ലിലും തീർത്ത ഒരു മുഖമാണിത്. വളരെ മനോഹരമായ രീതിയിൽ ധാരാളം തൂണുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗുഹാമുഖം. മുഴുവനായും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കല്ലിൽ തീർത്ത ഒരു ഗ്ലോബ്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നാലും ഇവിടെയും ചെറിയ റൂമുകളും ജയിലർ പോലത്തെ ചെറിയ റൂമുകളാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ കിടക്കാനുള്ള സൗകര്യത്തോടു കൂടിയ റൂമുകൾ. ഇവിടെയും ചെറിയ ചെറിയ കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഭാഗത്തും അതുപോലെ തന്നെ കരിങ്കല്ലിൽ തീർത്ത മുറികളാണ് കാണുന്നത്. സ്റ്റോറേജ് സ്പേസുകളും കിടക്കാനുള്ള സ്ഥലങ്ങളുമൊക്കെയാണ് നമുക്ക് ഈ ഗുഹയ്ക്കുള്ളിലും കാണാൻ പറ്റുക. ഇത്രയും ഏരിയ കല്ല് കൊത്തി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇപ്പോഴത്തെ ഈ ഭാഗത്തോട്ടും പഴയ തൂണുകളൊക്കെ ഒടിഞ്ഞു പോയ ഭാഗങ്ങളാണ്. പ്രകൃതിക്ഷോഭത്തിലൊക്കെ നശിച്ച ഭാഗങ്ങളാണ്. ഇതാ ഇവിടെ ധാരാളം ശില്പങ്ങളുള്ള ഒരു കരിങ്കല്ല് കാണാം. ആനയുടെയൊക്കെ ശില്പം കൊത്തിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ മുകളിലൊരു ശിവലിംഗത്തിൻ്റെ ഒരു പ്രതിഷ്ഠ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവിടെ തിരക്കായതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ട് കയറാഞ്ഞത്. അപ്പോൾ കേവൊക്കെ കണ്ട ശേഷം നമ്മൾ പതിയെ താഴോട്ട് പോവുകയാണ്. മുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് മനോഹരമായ ഗ്രാമപ്രദേശത്തെ നെൽവയലുകളാണ്. ധാരാളം 2-3 ഗ്രാമങ്ങൾ ചേർന്ന ഒരു പ്രദേശമാണ് ഈ ബാജ. അപ്പോൾ ബാജയുടെ മുകളിലുള്ള കോട്ടയാണ് കാണുന്നത്. ശിവാജി മഹാരാജ് നിർമ്മിച്ച 2 കോട്ടകൾ. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, മഴയ്ക്ക് സാധ്യതയുണ്ട്. നമ്മൾ മുകളിൽ ചെന്നാലും ആ കാണുന്ന മലനിര മുഴുവൻ തള്ളിക്കയറ്റി മുകളിൽ ചെല്ലുമ്പോഴത്തേനും മിക്കവാറും മഴയാവും. അപ്പോൾ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മനോഹരമായൊരു വെള്ളച്ചാട്ടം. ഇത് മഴക്കാലത്ത് നല്ല രീതിയിൽ വാട്ടർഫോൾസ് ഉള്ളതാണ് കേട്ടോ. അങ്ങ് മുകളിൽ നിന്ന്, ആ കുന്നിന് മുകളിൽ നിന്നാണ് വാട്ടർഫോൾസ് വരുന്നത്. ഇത് വലിയൊരു വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഇപ്പോൾ ഇത് ചെറിയ രീതിയിലേ ഉള്ളൂ. മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ആ ഘാട്ടിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ഇവിടുത്തെ വലിയ കോട്ട. അതിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ ഈ വഴിയെ 3.5 കിലോമീറ്റർ പോയാലാണ് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുക. അത് നല്ല കഠിനം റോഡാണ്.
എന്നാലും പ്രശ്നമില്ല, നമ്മൾ മുകളിലെത്തും. പലരും ട്രക്ക് ചെയ്താണ് പോകുന്നത്. നമുക്ക് ട്രക്കിംഗ് പോയിൻ്റ് വരെ പോയിട്ട് പിന്നെ ഒരു 3 കിലോമീറ്റർ കൂടെ ട്രക്ക് ചെയ്ത് 3 കിലോമീറ്റർ കയറി ചെന്നിട്ടതിന് ശേഷം ട്രക്കിംഗ് പോയിൻ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പത്തെ നമ്മൾ ഘാട്ടിൻ്റെ മുകളിലേക്ക് നടക്കുകയാണ് കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, മഴയാണ്. കുഞ്ഞിയായിട്ട് വന്നാൽ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ ഗുഹയുടെ സമീപം കുഞ്ഞിയെ വെച്ചു. കാറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുടയും മടക്കാൻ പോവാണ്, അല്ലെ കാര്യങ്ങൾ ഓടിയല്ല. ഇനി ഈ ഘാട്ട് കയറി മണ്ട ചെന്നാലേ ഉള്ളൂ നമുക്ക് കാഴ്ചകളുള്ളൂ. അപ്പോൾ ഒരു 3 കിലോമീറ്റർ ഇനി നടക്കാനുണ്ട്. അപ്പം നനഞ്ഞങ്ങ് നടക്കാം, അതായിരിക്കും അതിൻ്റെ സുഖം. ഇന്നത്തെ നമ്മുടെ ഐഡിയ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. കാരണം ഇന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല 2 കോട്ടയും. അതുകൊണ്ട് നമ്മൾ പതിയെ താഴോട്ട് പോരുവാണ്. ഇനിയിപ്പോൾ ഓരോ 2 കിലോമീറ്റർ നടന്നിട്ട് സൈക്കിളും എടുത്തിട്ട് നമുക്ക് നേരെ പോകാം. പോയിട്ട് നാളെ രാവിലെ വന്ന് കയറാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ഒരു ബസ് സ്റ്റാൻഡ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ പോയി കിടന്നിട്ട് നാളെ രാവിലെ കയറാം. ഇപ്പം 3:30 ഇനിയിപ്പം നമ്മൾ മുകളിലോട്ട് പോയാലും ആ കോട്ടയും ഈ കോട്ടയും കവർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ കോട്ട തന്നെ ട്രക്ക് ചെയ്യാൻ 3.5 കിലോമീറ്റർ മുകളിലോട്ട് പോകണം. പിന്നെ അതിനെ ചുറ്റിക്കറങ്ങി കാണാനുള്ള ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നാളെ ഒറ്റ ദിവസത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ താഴോട്ട് പോവുകയാണ്. അപ്പോൾ താഴെ പോയിട്ട് ഇന്ന് അവിടെ എവിടെയെങ്കിലും തങ്ങിയിട്ട് നാളെ രാവിലെ കയറാമെന്ന് ഓർത്ത്. ഈ ഘാട്ടും ആ ഘാട്ട്, ഈ 2 കോട്ടകൾ നമുക്ക് അവിടുന്ന് പോയി കാണാൻ ശ്രമിച്ചതാണിന്ന്. ഞാൻ ഉച്ചയായപ്പോൾ ഇവിടെ എത്തിയതാണ്. പക്ഷേ ഉച്ച കഴിഞ്ഞ് ഭയങ്കരമായ മഴയായിരുന്നു. ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മഴ കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. നമ്മൾ പകുതി വഴി ചെന്നിട്ട് ഈ ഘാട്ട് കയറി മുകളിൽ ചെന്നതിന് ശേഷം നമ്മൾ ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോരേണ്ടി വന്നു. ഒരു 4 കിലോമീറ്റർ പോയിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് ട്രക്ക് ചെയ്താണ് പോകേണ്ടത്, ആ ഘാട്ടിലോട്ട്, ആ ഫോർട്ടിലോട്ട്, ആ കോട്ടയിലേക്ക്. അപ്പോൾ ആ കാണുന്ന ഫുള്ളായിട്ടും കോട്ടയാണ് കേട്ടോ. ആ മലയുടെ മുകൾ ഭാഗം മുഴുവൻ കോട്ടയാണ്. അതിൻ്റെ പകുതി വഴി വരെ ചെന്നതിന് ശേഷം ഞാൻ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇനിയിപ്പം ഇന്ന് ഇവിടെ വന്നിട്ട് ഈ കടയിൽ ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ആളെ കണ്ടു. പക്ഷേ പേരൊന്നും ചോദിക്കാൻ വിട്ടുപോയി. ഇനിയിപ്പം വൈകുന്നേരം അവർ കാണാമെന്നാണ് പറഞ്ഞത്. അവരെന്നെ മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഈ വീട്ടിലെ ആൾ, അദ്ദേഹത്തിനും ഓട്ടോറിക്ഷയാണ്. പിന്നെ ഇത് അവരുടെ കടയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇവിടെ താമസിക്കാം, കുഴപ്പമില്ല, നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിരിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് തന്നെ വലിയ സന്തോഷം. അപ്പോൾ ഇന്ന് ലോഹാഘാട്ടിലോട്ട് വന്നിട്ട് നമുക്കത് കാണാൻ സാധിച്ചില്ല എന്നുള്ളൊരു സങ്കടത്തിൽ ഞാൻ ഇറങ്ങിപ്പോന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതായത് നമ്മൾ പറയുന്ന ഒരു ശക്തി നമ്മളെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മലേഷ്യയിൽ നിന്ന് വന്ന ഒരു മലയാളി സുഹൃത്തിനെ കാണാൻ പറ്റി. അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണ്. പക്ഷേ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്, പൂനെയിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെയും കാണാൻ പറ്റി, അത് വലിയ സന്തോഷം. അങ്ങനെ അവരെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ സൈക്കിളുമായിട്ട് ഞാൻ താഴേക്ക് വന്ന് കുഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട്. അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അവൾ പതിയെ ഇവിടെ ഇറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം ഇവിടെ 2-3 നായ്ക്കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഇന്ന് ടെൻ്റ് അടിക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. നമ്മുടെ ടെൻ്റൊക്കെ ഒടിഞ്ഞു പോയി, എങ്കിലും നമുക്ക് പുതിയൊരു ടെൻ്റ് വാങ്ങിക്കണം. അപ്പോൾ മുംബൈയിൽ ചെല്ലുമ്പോഴത്തേക്കും ടെൻ്റൊക്കെ റെഡിയാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ശരി.